അതെ അതെ അതെ, ഡാമിന്റെ സ്ട്രക്ചറിന് പ്രോബ്ലം ഇല്ലെന്നാണ് കേന്ദ്ര റിപ്പോർട്ട്. അപ്പൊ പിന്നെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? കൊടുക്കാം. സണ്ണി കുരിശിങ്കൽ അമേരിക്കയിൽ. പിന്നെ വിളി കേട്ടോ. ഹലോ, ഇതാര്? അമേരിക്കൻ നമ്പറാനോ? പിന്നെ എമർജിങ് കേരള. എന്താണാവോ അടിയങ്ങളെയൊക്കെ വിളിക്കാൻ? കേരളത്തിലെ PWD മിനിസ്റ്ററെ വിളിച്ചിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് എന്താ മെനു എന്ന് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. നാട്ടിലെന്നാ വിശേഷം? നാട്ടിലെന്ത് വിശേഷം? വെയിൽ വന്ന പവർ കട്ട്, മഴ പെയ്ത മുല്ലപ്പെരിയാർ. ഇത് നമ്മുടെ അണക്കെട്ടോ? അത് അണക്കെട്ടല്ല, പരമശിവന്റെ കഴുത്തേ കിടക്കുന്ന കെട്ടാ. കടി പേടി ചൂരാനും വയ്യ, എന്നാ അവിടെ വെച്ചേക്കാനും വയ്യ. മുഴുവൻ കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? പൊക്കണ്ട, അവിടെ വെയിറ്റ്. അതിവിടെ പറഞ്ഞ. പിന്നെ അമേരിക്കൻ ന്യൂസ് എന്താണ്? വിശേഷങ്ങളുടെ പെരുമഴയല്ലേ ഇവിടെ. കാലിഫോർണിയ സ്റ്റേറ്റ് ഇലക്ഷൻ. അതിൽ നമ്മുടെ സ്ഥാനാർത്ഥി ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഞാൻ. ആക്ച്വലി അതിനും കൂടെ വേണ്ടിയാണ് ഞാൻ ഇപ്പൊ വിളിച്ചേ. ഐ നീഡ് യുവർ ഹെൽപ്പ് അച്ചായ. എന്റെ പൊന്നെ, അമേരിക്കൻ പൊളിറ്റിക്സ് കളിക്കാൻ ഞാൻ ഇപ്പൊ ഈ സമയത്ത് മാറി നിന്ന് കഴിഞ്ഞാ പിന്നെ ഇങ്ങോട്ട് വരണ്ട. കാലിഫോർണിയയിൽ വല്ല ചായക്കടയും നടത്തി അവിടെ കഴിഞ്ഞാൽ മതി. നോ, ഞാൻ ഉദ്ദേശിച്ചത് ഐ നീഡ് സംബഡി ടു ടേക്ക് മീ ത്രൂ ദി ഷിറ്റ്. ആരെങ്കിലും ഒരു കൺസൾട്ടന്റ് പോലെ. ആക്ച്വലി പൈസ ഒരു പ്രശ്നമേ അല്ല. ഐ ആം റെഡി ടു സ്പെൻഡ് എനി എമൗണ്ട് ഓഫ് മണി ഫോർ യുവർ സർവീസസ്. ആ ഒരു റേഞ്ചിൽ ബുദ്ധി ഉപയോഗിക്കാൻ പറ്റുന്ന 2 പേരെ കേരളത്തിലുള്ളൂ. അതിലൊന്നും ഞാനാ. എനിക്ക് വരാൻ പറ്റത്തില്ല. മറ്റേയാളോ? അതും ഞാൻ തന്നെ. എനിക്ക് വരാൻ പറ്റത്തില്ല. ഓഹോ, എനിക്ക് ഒരു മീറ്റിംഗിന് സമയമായി. ഞാൻ വെക്കട്ടെ? ഓക്കെ, ഞാൻ വിളിക്കാം. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ബൈ. അച്ഛാ പ്ലീസ്. ദാ പിടി. നമസ്കാരം. ചുമ്മാ ഉക്കാറ്. സോ നമ്മൾ എന്താക്കും ചൊല്ലി നിർത്തി? മറുപടി മുതലിരുന്ന കേന്ദ്ര റിപ്പോർട്ട് അങ്ക നിക്കട്ടും. എന്ത് ചൊല്ലിയാലും கேரளாவிலே ஜனங்க வந்து இருக்கட்டும் ஒரு மினிட். நீங்கள் தமிழை கொலை பண்ணாதீங்க, மலையாளத்துலேயும் பேசுங்க. சென்ட்ரல் கமிட்டி ரிப்போர்ட்டு கிளியர்லி இது சேஸ் நோ டேமேஜ் டு த டேம் அண்ட் தேர் இஸ் நோ இது பயத்துக்கு என்னப்பா த்ரெட்டு. അപ്പോൾ ഇംഗ്ലീഷിനെ കൊല பண்ணுന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. അത് റിപ്പോർട്ടിൽ എന്ത് വേണമെങ്കിലും എഴുതാം. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ പരിഭ്രാന്തരാണ്. മീഡിയ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞങ്ങൾ എന്ത് ഉത്തരം പറയും? രാവും പകലും ഇവിടെ ആർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. That area will become a desert. நீ ஃப்ளோ கலையாதே. இதேதான் சார். இதைத்தானே திரும்ப பேசிக்கிட்டு இருக்கீங்க. கேரளா ஜனங்களா, தமிழ்நாடு ஜனங்கள் என்ன பண்ணுவாங்க? நோ சொல்யூஷன் நோ கம்மிங். அங்கே அவங்க வைக்கிற ஆப்புக்கு யார் பதில் சொல்றது? ഞാൻ പറയുന്നത് മനസ്സിലായി. പാണ്ടികളുടെ ഒരു ഹുങ്ക് അതങ്ങനെ. ഈ കാര്യത്തോടെടുക്കുമ്പോൾ തമിഴ്നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒന്നാ. ഇവിടെ തൊഴുത്തിക്കുത്തല്ലേ? അത് ശരിയാ. അതെന്തെങ്കിലും ആവട്ടെ. ഈ കോപ്പിന് എന്താടോ ഒരു പോംവഴി? അതിപ്പോ നമ്മുടെ ഐഡിയാസ് എല്ലാം പാളിയ സ്ഥിതിക്ക് നമുക്ക് ജഗന്നാഥനോടൊന്ന് കൺസൾട്ട് ചെയ്താലോ? എന്നെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കി ഈ കസേര കയറി ഇരിക്കാൻ നോക്കുന്ന അവനെ തന്നെ വേണമല്ലേ? വേറെ ആരും ഇല്ലയോടും. നമുക്ക് 4 ദിവസമായിട്ടൊന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിക്ക് ചീഫ് മിനിസ്റ്റർ വളരെ ആങ്ഷ്യസ് ആണ്. ഒരു കാര്യത്തിന് തന്നെയും പരിവാരങ്ങളെയും കൊള്ളില്ല. വടി പോലെ കതർ ഷർട്ട് തേച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ കൊള്ളാം. കാണാനാണെങ്കിലോ മുടിഞ്ഞ ഗ്ലാമർ, തലയ്ക്കകത്തൊന്നുമില്ല. ശരി വിളിയടോ ആ കോപ്പൻ ജഗന്നാഥന്.